ഹേ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേരാണ് ബൈക്ക് സ്റ്റണ്ട് ട്രിക്ക് മാസ്റ്റർ. ഇന്ന് ഞാനും ഷിൻജാനും കൂടിയിട്ടാണ് സ്റ്റണ്ട് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ഞാനാണ്. ഇപ്പം എനിക്ക് എല്ലാ ഗെയിമിലും ഫസ്റ്റത്തെ ലെവൽ എളുപ്പമാവുമല്ലോ. ഇവിടെ ഭയങ്കര എളുപ്പമുള്ള ലെവലാണ് തോന്നുന്നു കിട്ടിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. കുറേ പാലം വീടിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ നമ്മൾ പോകേണ്ടിയാണ്. ഇവിടെ കണ്ടാൽ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്ത് വന്ന്. ഓക്കെ, നമ്മളിവിടെ ലെവൽ 1 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെവൽ ഷിൻജാനാണ് കളിക്കാൻ പോണത്. എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഇവിടെ രണ്ടാമത്തെ ലെവലിൽ ഞാനാണ് കളിക്കാൻ പോണത്. നിങ്ങൾ കണ്ടു കാണും, ഫ്രാങ്ക്ലിൻ ബൈക്ക് ഫസ്റ്റത്തെ ലെവൽ തന്നെ എളുപ്പമാണ് കിട്ടിയത്. ഇവിടെ എനിക്ക് നല്ല ടാസ്ക് ഉള്ളതാണ്, എന്നാലും ഞാൻ അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ച് പോകും. ഞാൻ ഫ്രാങ്ക്ലിൻ ബൈനായിട്ട് സ്റ്റണ്ടിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഇതിന്റെ സ്റ്റണ്ട് എന്നിട്ട് കമന്റ് ബോക്സിൽ എത്ര റേറ്റിംഗ് തരുന്ന തായോട്ടാ. നിങ്ങൾ കമന്റ് ബോക്സിൽ ഫ്രാങ്ക്ലിൻ ബൈൻ്റെ സ്റ്റണ്ടാണോ ഇഷ്ടപ്പെട്ടത്, ഇന്റെ സ്റ്റണ്ടാണോ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. ഇവിടെ ഞാൻ ഇപ്പം മെല്ലനെയാണ് പോണത്. സ്പീഡിൽ പോയാൽ പണി പാളും. കണ്ട, അവിടെ നമ്മൾ രണ്ടാമത്തെ ലെവലിൽ സ്റ്റണ്ടിൽ വന്നിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് കളിക്കാൻ പോണത് ഫ്രാങ്ക്ലിൻ ബൈ ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഫ്രാങ്ക്ലിൻ ബൈന്റെ കളി കണ്ടിട്ട് പോയി. ഇവിടെ ഇപ്പം ഞാനാണ് ഇവിടെ ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റണ്ട് കളിക്കാൻ പോണത്. ഇവിടെ എന്താ റിങ്ങിൻ്റെ ഉള്ളിൽ തീ കത്തിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മളതൊന്നും മെയിൻ ആക്കിയില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് മെല്ലനെ വേണം പോവാൻ, അല്ലെങ്കിൽ വീഴുമോയെന്ന് എനിക്കറിയില്ല. ഈ പാലൊക്കെ ഇവന്മാർ ഉറപ്പിൽ തന്നെയാണ് ആ ഉണ്ടാക്കിയത്. ഇവിടുന്ന് ഞാൻ സ്റ്റണ്ട് ചെയ്യാൻ നോക്കിയതാണ്, പണി വാളിയായിരുന്നു. ഇപ്പം തന്നെ സ്റ്റണ്ട് ഇപ്പം മാനത്തായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകാനുള്ള സംഭവമാണ്. ഇവിടെ എന്താണ് ഗൈസ്, റെയിൽവേ പാളം പോലെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ ലെവൽ 3 ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഷിൻജാനാണ് കളിക്കാൻ പോണത്. നിങ്ങൾ ഷിൻജാന്റെ കളി കണ്ടിട്ടു. ഇവിടെ ഞാനാണ് കളിക്കാൻ പോണത്. നിങ്ങൾ ഫ്രാങ്ക്ലിൻ ബൈന്റെ കളി കണ്ടിട്ടുണ്ടാവൂലേ? ആള് ബൈക്ക് റേസിങ്ങിനൊക്കെ സീനാണ് ഗൈസ്. ഇന്റെ കാട്ടും പടിയായിട്ട് ആള് കളിക്കൂട്ടെ. ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞാണ്. ഇവിടെ ഇപ്പം നമുക്ക് മെല്ലനെ പോകേണ്ടി വരും. ഇവിടെ എന്താണ് ഗൈസ്, ആ സാധനപ്പിന്റെ മേത്തേക്ക് വീണായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയത്. ഇവിടുന്ന് വണ്ടി വലിഞ്ഞ് കയറുന്നില്ലല്ലോ. ഇതെന്താണ്, വണ്ടി അങ്ങോട്ട് കയറുന്നില്ല. അയ്യോ, ഇതെന്താണ് ഇവിടെ ഒരു റിങ്ങിന്റെ? അയ്യോ, ഫ്രാങ്ക്ലിൻ പോയി ഇന്റെ മേത്ത്. ഫ്രാങ്ക്ലിൻ എണ്ണ ഇന്റെ മേത്ത് തീ പിടിച്ചെണ്ണ, എങ്ങനെയല്ല ഒന്ന് രക്ഷിക്കണ. ഇതെന്ത് ചെയ്യാണ് ഗൈസ്? ഇന്റെ മേത്തേക്ക് വല്ലാണ്ട് എഫക്റ്റ് ഒന്നും ആവുന്നില്ല. അങ്ങനെ ലെവൽ 4 നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഇപ്പം ഞാനാണ് കളിക്കാൻ പോണത്. ഓക്കെ, നമുക്ക് ഇവിടെ ഷിൻജാനാട്ടി പെടായിട്ട് റൈഡ് ചെയ്ത് സ്റ്റണ്ട് ചെയ്ത് പോകണം. അവന് ഇന്റെ കാട്ടും കില്ലാടി അല്ല ഗൈസ്, അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, ഇവിടെ നമ്മളെന്തോ ഇതിനുള്ളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. നേരത്തെ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ തീ കത്തിച്ചിട്ടായിരുന്നു. ഇതെന്താണ് ഗൈസ്, ഇതെന്താ നമ്മൾ വണ്ടിയായിട്ട് പോകുന്തോറും പൊട്ടിത്തെറിക്കണ്. നമ്മൾ നോക്കി വേണം വണ്ടി ഓടിക്കാൻ, അല്ലെ ഇപ്പം നമ്മളെ വണ്ടി ഞാനും കൂടി കരിഞ്ഞ അൽഫാമായിരുന്നു. ഓക്കെ, വണ്ടി കയറ്റം കയറുമ്പോൾ അങ്ങോട്ട് വലിവ് കിട്ടുന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. ചിലപ്പോൾ ഇങ്ങനെ സ്റ്റണ്ട് ചെയ്യുന്ന വണ്ടിയല്ലേ, വല്ല എൻജിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്താ, അവിടുന്ന് എന്തോ ഉരുണ്ട് വരുന്നുണ്ട് ഗൈസ്. എന്തോ ഭരണി പോലത്തെ സംഭവം ഉരുണ്ട് വരുന്നുണ്ട്. നമ്മളൊക്കെ മറികടന്ന് വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ ലെവൽ 5 നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഷിൻജാന്റെ കളി കണ്ടിട്ട് പോയോ ഗൈസ്? ഇനി നമ്മളാണ് ഇവിടെ കളിക്കാൻ പോണത്. നമുക്ക് എന്തായാലും വണ്ടി റേസ് കൊടുത്താണ്ട് ഫ്രണ്ടിലോട്ട് പോവാ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ആ റിങ്ങിന്റെ ഉള്ളിൽ തീ കത്തിയിട്ടുണ്ട്. ഇതെന്താണ് ഗൈസ്, ഗ്ലാസ് ആണ്. നമ്മൾ വരുന്നവർ പൊട്ടി പോകുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഞാനങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പോകുന്നത് ഓരോ ബ്രിഡ്ജുകൾ സ്പോണായി വരികയാണ്. ഇവിടെ എന്താണ് ഗൈസ്, ഈ ബ്രിഡ്ജ് പൊളിഞ്ഞ് വീണ്. ഞാൻ വിചാരിച്ചു ഞാൻ അതിൻ്റെ കൂടെ പോയിന്ന്. ഭാഗ്യത്തിന് നമ്മൾ രണ്ടാമത്തെ ഇതിൽ പോയിട്ട് നിന്ന്. ഇവിടെ നമ്മൾ വെള്ളത്തിൽ കൂടെയാണ് പോണത്. വെള്ളത്തിൻ്റെ മേലെ കൂടെ ചെറിയൊരു ബ്രിഡ്ജാണ്. ഇവിടെ നമ്മൾ സ്റ്റണ്ട് ചെയ്ത് വന്ന്. ഫ്രാങ്ക്ലിൻ ബൈക്ക് സ്റ്റണ്ട് ചെയ്യാനൊന്നും അറിയില്ല ഗൈസ്. ഫ്രാങ്ക്ലിൻ ബൈനായിട്ട് കൂടുതലും ഞാൻ സ്റ്റണ്ട് ചെയ്യും. അയ്യോ, ഇപ്പം സ്റ്റണ്ട് ചെയ്തെന്നെങ്കിൽ തല ഒടിഞ്ഞ് വീണായിരുന്നു. നാണം കെട്ടായിരുന്നു ഇപ്പം എല്ലാവരും മുന്നിലും. ഇവിടെ എന്താണ് ഗൈസ്, ഈ ബ്ലേഡ് പോലത്തെ സംഭവം നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ സേഫായിട്ട് എത്തിയായിരിക്കും. ഓക്കെ, നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് മെല്ലനെ ഇവിടെ നിന്ന് തെറിക്കാം. ഇവിടെ എന്താണ് ഗൈസ്, നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ലെവൽ 6 അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഫ്രാങ്ക്ലിൻ ബൈ കളിക്കുന്നത് കണ്ടിട്ട് പോവാ ഗൈസ്. ഇവിടെ ഇപ്പം ഞാനാണ് സ്റ്റണ്ട് ചെയ്യാൻ പോണത്. നിങ്ങൾ ഷിൻജാൻ്റെ സ്റ്റണ്ടിങ് ഒക്കെ കണ്ടു കാണുമല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ വേറെ ലെവലായിട്ടാണ് സ്റ്റണ്ട് ചെയ്യണത്. ഇതിൽ നമ്മൾ വേറെ ഒരു ലെവലാണ്. ഇതിൽ നമ്മൾ ഈ പോണ വഴിക്ക് കുറച്ച് ബലൂൺസ് കിട്ടും. അത് കളക്ട് ചെയ്തിട്ട് വേണം പോകാൻ. ഒരു 8 കളക്ട് ചെയ്യണം. ഞാൻ ഇവിടെ ഇപ്പോൾ 3 കളക്ട് ചെയ്തിട്ടുണ്ട്. 2 മഞ്ഞയും 1 ചുവപ്പും. ഒക്കെ ഇവിടെ ഒരു നീല ബലൂണും കൂടി ഉണ്ട്. ഇനി നമുക്ക് 4 കൂടി കളക്ട് ചെയ്യാണ്ട്. ഒരു സ്കൈ ബ്ലൂ ബലൂണും കൂടി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് ഇവിടെ, മഷ്റൂം എന്താ ബർഗറാ? അവിടെ ഒരു പർപ്പിള് ബലൂണ് മിസ്സായിട്ടോ, നമ്മൾക്ക് എടുക്കാൻ പറ്റിയില്ല. പർപ്പിളല്ല, പിങ്കാന്ന് തോന്നണേ. ഇതെന്താണ്,
ഓ ഞാൻ വിചാരിച്ചു നമ്മൾ ബൈക്കിന് മുന്നിൽ കൂടെ പോകണമെന്ന്. ഒരെണ്ണം നമ്മൾ ബൈക്കിന് മുന്നിലേക്ക് ചാടി, മറ്റേ സൈഡിൽ കൂടെ പോയത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരെണ്ണം കളക്ട് ചെയ്തില്ല ബലൂണ്. എന്തായാലും ലെവൽ ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഞാനാണ് കളിക്കാൻ പോണത്. ഇവിടെ നമ്മൾ നേരത്തെ ഫ്രാങ്ക്ലിൻ ബൈനെ കണ്ട പോലെ തന്നെ ബലൂണ് കളക്ട് ചെയ്യണം. ഇവിടെ ഇപ്പൊ ഞാൻ ഒരെണ്ണം കളക്ട് ചെയ്തു. ഇവിടെ രണ്ടാമത്തത് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് കളക്ട് ചെയ്യലല്ല, ഞാൻ ഇവിടെ പൊട്ടിക്കലാണ്. ബൈക്കായിട്ട് പോയിട്ട് ആ ബലൂണുകളൊക്കെ ഞാൻ പൊട്ടിക്കണം. 5 എണ്ണം പൊട്ടിക്കണം. ഞാൻ ഇവിടെ 2 എണ്ണം പൊട്ടിച്ചിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ 3 എണ്ണമായി. ഇതെന്താണ് ഗൈസ്, നമ്മൾ ഫ്ലിപ്പൊക്കെ അടിച്ച് കണ്ട. ഫ്രാങ്ക്ലിൻ ബൈനായിട്ട് കൂടുതലും ഞാനാണ് ഇവിടെ സ്റ്റണ്ട് ചെയ്ത് പോണത് വണ്ടിമേ. 2 ഫ്ലിപ്പ് അടിച്ച് ഞാൻ ബൈക്ക് കൊണ്ട്. നിങ്ങൾ എനിക്ക് എത്ര സ്ക്വയർ തരാം ഗൈസ്? നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ എനിക്ക് തരാനുള്ള സ്ക്വയർ ഒന്ന് കമൻറ്റ് ചെയ്യും. ഷിൻജാൻ എഴുതിയിട്ട് നിങ്ങൾ സ്ക്വയർ എത്ര തരാനുള്ള ടൈപ്പ് ചെയ്ത് വിടും. അപ്പോൾ നമ്മളിവിടെ ഈ ലെവലിൽ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രയുള്ള ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണ്ടിയവരുണ്ടെങ്കിൽ താഴ്ന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50K ആണ്. നമ്മളിപ്പോൾ 43K അടിച്ചിട്ടുണ്ട്. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്നാൽ ബൈ ഗൈസ്.